അപ്രതീക്ഷിതമായി വിമാനങ്ങൾ റദ്ദാക്കിയത് മൂലം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും നൂറുകണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത്. ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് വിമാനങ്ങൾ റദ്ദാക്കിയതിന് കാരണം. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ട 4 വിമാനങ്ങളാണ് യാതൊരുവിധ മുന്നറിയിപ്പുകളുമില്ലാതെ റദ്ദാക്കിയത്. പുലർച്ചെ 2:05 പുറപ്പെടേണ്ട ഷാർജ, 8:05 പുറപ്പെടേണ്ടിയിരുന്ന ബഹ്റിൻ, 8:35 പുറപ്പെടേണ്ടിയിരുന്ന ദമാം, 8:50 പുറപ്പെടേണ്ടിയിരുന്ന മസ്കറ്റ് വിമാനം തുടങ്ങിയവയാണ് റദ്ദാക്കിയത്. എയർപോർട്ടിൽ എത്തിച്ചേരേണ്ട 4 വിമാനങ്ങളും ഒരു ആഭ്യന്തര സർവീസും റദ്ദാക്കിയതിൽ ഉൾപ്പെടും. വിദൂര യാത്രക്കാരടക്കം മണിക്കൂറുകൾ യാത്ര ചെയ്ത് എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്യുന്ന നേരമാണ് തങ്ങളുടെ വിമാനങ്ങൾ റദ്ദാക്കിയത് അറിഞ്ഞത്. വരും ദിവസങ്ങളിൽ ജോലിക്ക് പ്രവേശിക്കേണ്ടവരും വിസ പുതുക്കേണ്ടവരും അടക്കമുള്ള യാത്രക്കാരാണ് ജീവിതമാർഗം തന്നെ അടഞ്ഞ പെരുവഴിയിൽ പെട്ടുപോയത്. ഞാൻ മസ്കറ്റിലേക്കാണ് പോകേണ്ടത്. രാവിലെ 8:55 ഫ്ലൈറ്റാണ്. ഞാനിവിടെ വരുമ്പോൾ 5 മണിക്ക് വരുമ്പോഴാണ് ഇവിടെ ക്യാൻസലാണെന്ന് അറിയുന്നത് തന്നെ. നമുക്ക് ഒരു മെസ്സേജ് പോലും അവർ അയച്ചിട്ടില്ല. വളരെ മോശമായിട്ടുള്ള ഒരു സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന രീതി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഈ പാസഞ്ചറിന് ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത്. അവർ പറഞ്ഞു ഇവിടെ ക്യാൻസലിന് എഴുതി വരുന്നുണ്ട്. അവിടെ കയറി ചെന്നപ്പോഴും അവർ പറഞ്ഞു അത് ക്യാൻസലാണ്, അവിടെ ചെന്ന് തിരക്കാൻ പറഞ്ഞു. അവരുടെ ഓഫീസിൽ ചെന്ന് തിരക്കപ്പോഴാണ് പറയുന്നത് അത് ക്യാൻസൽ ചെയ്ത് അവർക്ക് ഏതാണ്ട് സ്ട്രൈക്ക് ഏതാണ്ടാ. അതുകൊണ്ട് ഇനി അടുത്ത 2 ദിവസം കഴിഞ്ഞ് 10-ാം തീയതിയിലേക്ക് ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറയുന്നത്. അത് ഉറപ്പില്ല. വിമാന സർവീസുകൾ റദ്ദാക്കി വിവരമറിഞ്ഞതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കം മൂലം വലഞ്ഞ യാത്രക്കാർക്ക് യാത്ര പുനഃക്രമീകരിക്കാനോ തുക മടക്കി നൽകാനോ ഉള്ള അവസരമൊരുക്കുമെന്നാണ് എയർ ഇന്ത്യ അധികൃതരുടെ വിശദീകരണം. അലവൻസ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് എയർ ഇന്ത്യ ജീവനക്കാർ രാജ്യവ്യാപകമായി മിന്നൽ പണിമുടക്ക് നടത്തിയത്. പണിമുടക്ക് നിയമവിരുദ്ധമാണെന്നാണ് എയർ ഇന്ത്യയുടെ പ്രതികരണം. കൈരളി ന്യൂസ്, കൊച്ചി.